കണ്ണൂരിലേക്ക് പോകാം. അവിടെ ഉളിക്കൽ കോളിത്തട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി. രണ്ടാം കൈ ഭാഗത്താണ് ഉരുൾപൊട്ടിയത്. കണ്ണൂർ പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞു. ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. ഇത് ഉരുള് പൊട്ടിയതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും പെട്ടെന്ന് മഴ രാവിലെ പോലെ തോരാൻ നിൽക്കുന്ന മഴയാണ്. അപ്പോൾ അതിൻ്റെ കാരണം മഴവെള്ളമാണ് ഉരുള് പൊട്ടിയാന്ന് അറിയില്ല. ഇവിടെ കൊച്ചുമുറി ജോയിൻ്റെ ഒരു കോട്ടേഴ്സ് ഉണ്ട്. അവിടെ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം കവിഞ്ഞു ഒഴുകി മത്തക്കയത്തേക്ക് വന്നു. ഇപ്പോൾ വീട്ടിലൊക്കെ വെള്ളം കയറി ആളുകളൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. താമസിക്കാനുള്ള സൗകര്യം ഇവിടെ മദ്രസയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറയാത്തതുകൊണ്ട് പുഴയ്ക്ക് അക്കരെ തോടിന് അക്കരെ ഇക്കരെ കൂടെ ആൾ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ സംഭവം ഉള്ളത്. മഴ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ ശക്തമായ മഴയാണ്. അതിലൂടെ ആളുകൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. സി കെ വിജയൻ വിവരങ്ങളുമായിട്ട്. സി കെ, ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ടോ? ജില്ലയിൽ ഇപ്പോൾ റെഡ് അലർട്ടാണ് ഉള്ളത്. ഏതൊക്കെ ഭാഗത്താണ് കുറച്ച് കൂടുതൽ അപകടകരമായ അവസ്ഥയുള്ളത്? ദിവീഷ്, ഏതാണ്ട് കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗത്തും എന്ന് തന്നെ പറയാം അത്തരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ മഴ പെയ്തു തുടങ്ങി. ഇപ്പോൾ ഏറ്റവും പ്രധാനമായ പ്രശ്നങ്ങളുള്ളത് മലയോര മേഖലയിലാണ്. പ്രത്യേകിച്ച് ഇരിട്ടി, ആറളം, കോഴിത്തട്ട് എന്നൊക്കെ പറയുന്ന ഈ മേഖലകളിലാണ് കൂടുതലുള്ളത്. പെരിങ്ങോ ഭാഗങ്ങളിലെല്ലാം അവിടെ ഈ കോഴിത്തട്ടിലാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയതാണോ ഇനി അല്ലാതെ മണ്ണിടിച്ചിലാണോ എന്നൊരു സംശയം പറയുന്നുണ്ട്. അവിടെ ഒട്ടേറെ ക്വാറികൾ ഉള്ളതാണ്. ക്വാറികളിലെ ഈ പൊട്ടിത്തൊഴിഞ്ഞ ക്വാറികളിൽ ജലസംഭരണികളായി മാറാറുണ്ട്. അവിടെ നിന്ന് വെള്ളം ഒഴിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും അവിടത്തേക്ക് ദുരന്ത നിവാരണ സംഘം ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെന്നിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം അവിടെയൊന്നും അധികം ജനവാസ മേഖലകളല്ല എന്നതാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഈ മേഖല ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ ഉളിക്കൽ പാലം നേരത്തെ തന്നെ സാധാരണ അത് വെള്ളം മഴ പെയ്താൽ ഉടൻ തന്നെ വെള്ളം കയറുന്ന ഒരു പാലമാണ്. പക്ഷെ ആ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. മാട്ട പാലത്ത് വെള്ളം കയറി അതിന് മുകളിലൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെട്ടിയാന്തോട് ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാഹി ഭാഗങ്ങളിൽ, തലശ്ശേരി നഗരത്തിൽ എല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സാമാന്യ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാലവർഷം മാറിയിട്ടുണ്ട് കണ്ണൂരിൽ. ഇതാണ് കണ്ണൂരിലെ അവസ്ഥ. പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനമൊക്കെ സജീവമായിട്ടുണ്ട്. നേരത്തെ നാട്ടുകാരൻ പറഞ്ഞ പോലെ ആളുകളൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതുകൊണ്ട് ആ നിലയിലുള്ള ആശങ്കയില്ല. പക്ഷേ ഈ സ്വത്തുവകകൾ, വീടുകൾക്കൊക്കെ ഉണ്ടാകുന്ന നാശം, അതൊക്കെയാണ് ആളുകളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത്.